ഒരിക്കൽ ബുദ്ധിമാനായ ഒരു മനുഷ്യൻ 3 പാവകളെ ഉണ്ടാക്കി. അതിനെ പ്രദർശനത്തിന് വെച്ചതിന് ശേഷം അടിസ്ഥാനപരമായി ഇതിൻ്റെ വ്യത്യാസം കണ്ടുപിടിക്കുവാൻ ആവശ്യപ്പെട്ടു. ജനങ്ങൾ പലരും വന്ന് അതിനൊരു സമ്മാനവും അദ്ദേഹം നിശ്ചയിച്ചു. പലരും വന്ന് ബാഹ്യമായ ശരീരത്തിൻ്റെ അവയവങ്ങളുടെ എല്ലാം അളവെടുത്തപ്പോൾ ഒരു ചെറിയ വ്യത്യാസം പോലുമില്ല. അവരെല്ലാവരും അവരുടെ ആ ദൗത്യം പൂർത്തീകരിച്ചത് വിജയപ്രദമായിട്ടായിരുന്നില്ല. ബുദ്ധിമാനായ ഒരു മനുഷ്യൻ വന്ന് ഈ 3 പാവകളെ എടുത്തിക്കാൻ തിരിച്ചു നോക്കി. നമ്മുടെ ഇടവകയുടെ വികാരി ഏറ്റവും ആദരണീയ
ശ്രീബാച്ചൻ, ഇടവകയുടെ അംഗമായിരിക്കുന്ന വന്യനായ മാത്യു തോമസ് കോർപ്പിസ്കോപ്പ, ഭദ്രാസന കൗൺസിൽ മെമ്പറായിരിക്കുന്ന വന്യ മത്തായി സക്രിയാച്ചൻ, ജിബു അച്ഛൻ, മോൻസി അച്ഛൻ, ഇടവകയുടെ ട്രസ്റ്റി സെക്രട്ടറി, വാത്സല്യമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഭദ്രാസന കൗൺസിൽ അംഗം ശ്രീ ബാബു അലക്സാണ്ടർ ഉൾപ്പെടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരും, അനുഗ്രഹീതമായ ശുശ്രൂഷയുടെ പ്രാരംഭത്തിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കും. പുത്തൻകാവ് സെന്റ് മേരീസ് കത്തീഡ്രലിൻ്റെ ഭജന ശുശ്രൂഷയുടെ ഈ വർഷത്തെ പ്രാരംഭ ദിനം അത് സമാഗതമായിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട തോമസ് പീലനാച്ചൻ ഓർമ്മിപ്പിച്ചതുപോലെ ഭദ്രാസന ഫെസ്റ്റുമായിട്ട് വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ബഥേൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല കമ്മിറ്റികൾ 5 മണി 6 മണിക്ക് മുൻപായി കൂടി ഇപ്പോൾ ഫുഡ് കമ്മിറ്റി അവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിൻസത്തിനെയും കൂട്ടി ഞാൻ വന്നത്, കാരണം ഉടൻ തന്നെ മടങ്ങി പോകേണ്ടതായിട്ടുമുള്ളതുകൊണ്ട്. ഏതാണ്ട് 45 വർഷത്തിനപ്പുറത്തേക്ക് പുത്തൻകാവ് കൺവെൻഷനുമായി ബന്ധപ്പെടുമ്പോൾ പുറകോട്ട് പോവുകയാണ്. അന്ന് പെർളശ്ശേരിയിൽ നിന്നും മുളക്കുഴയിൽ നിന്നുമൊക്കെ ഈ കൺവെൻഷനുമായി ബന്ധപ്പെട്ട് സുവിശേഷ വചന ശ്രവണത്തിനായിട്ട് കടന്നു വരുന്ന ആ ദിനങ്ങൾ ഇപ്പോൾ സ്മരിക്കുകയാണ്. അന്ന് ടോർച്ച് ഇല്ലാത്ത കാലഘട്ടം. ഞങ്ങളൊക്കെ അവിടുന്ന് കൂട്ടമായിട്ട് വരും. ഓല കെട്ടി അതിവിടെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് വഴിയിൽ എവിടെയെങ്കിലും പാത്തു വയ്ക്കും. തിരിച്ചു പോകുമ്പോൾ ഒന്നിച്ചു പോകുന്നവരെല്ലാവരും കൂടെ വെട്ടം കണ്ടു പോകത്തക്കവണ്ണം പല ഗ്രൂപ്പുകളായിട്ടാണല്ലോ വരുന്നത്. കാരണം ആരും കാണാതെ അത് കൊണ്ടുവെക്കണം. കാരണം അതേപോലെ വരുന്ന ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ നയിക്കുവാൻ തക്കവണ്ണം തുടർന്നും നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരു വേദഭാഗം എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് വെക്കുകയാണ്. സഭാപ്രസംഗിയുടെ പുസ്തകം 9-ാം അധ്യായം 8-ാം വാക്യം. അവിടെയുള്ള ആളുകൾ ആരും തന്നെ ആ ഗുരുവിനെ സ്വീകരിക്കുന്നില്ല. ആരും തന്നെ ഗുരുവിനും ശിഷ്യന്മാർക്കും കുടിക്കുവാൻ വെള്ളമോ കഴിക്കുവാൻ ഭക്ഷണമോ അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ കേൾക്കുവാൻ കൂടി വരികയോ ചെയ്യുന്നില്ല. സന്ധ്യയോടടുക്കുമ്പോൾ ആ ഗ്രാമം വിട്ടുപോകുവാൻ തുടങ്ങുന്ന സമയത്ത് ആ ഗുരുവും ശിഷ്യന്മാരും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഗുരു ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്: ദൈവമേ, ഇവിടെയുള്ള ജനങ്ങൾ ഇവിടെ തന്നെ പാർക്കുവാൻ ഇടയാകണമേ. പുലർച്ചെ യാത്ര ചെയ്ത് മറ്റൊരു ഗ്രാമത്തിലേക്ക് എത്തുമ്പോൾ അവിടെയുള്ള ഗ്രാമവാസികൾ ഒരു ഗുരുവിനെ കാണുമ്പോൾ ഓടിയെത്തുകയും അദ്ദേഹത്തിന് കുടിക്കുവാൻ വെള്ളവും കഴിക്കുവാൻ ഭക്ഷണവും അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ കേൾക്കുവാൻ അവർ ഒരുമിച്ച് ഇരിക്കുകയും ചെയ്യുകയാണ്. അനേകം ഉപദേശങ്ങൾ ഗുരുവിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നു. സന്ധ്യയോടെടുക്കുമ്പോൾ പതിവ് പോലെ ഗുരു ആ ഗ്രാമം വിട്ടുപോകുവാൻ തക്കവണ്ണം ഒരുങ്ങുമ്പോൾ ഇന്നലകളിൽ എന്നതുപോലെ അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയുടെ അവസാനം എങ്ങനെയാണ്: ദൈവമേ, ഈ ജനം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോകണമേ. അടുത്ത ഗ്രാമത്തിലേക്കുള്ള യാത്രയിൽ ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്: ഗുരുവേ, ഇന്നലെ നമുക്ക് കഴിക്കുവാൻ ഭക്ഷണമോ വെള്ളമോ വാക്കുകളോ ഒന്നും കേൾക്കാതിരുന്ന ആളുകൾ അവിടെ തന്നെ താമസിക്കണമെന്നങ്ങ് പ്രാർത്ഥിച്ചു. ഇന്ന് നമ്മളെ കൃത്യമായി സ്വീകരിച്ച ഒരു ജനസമൂഹം അവർ ചിതറിപ്പോകണമേ എന്ന് അങ്ങ് പ്രാർത്ഥിച്ചു. എന്താണ് ഇങ്ങനെ അങ്ങ് പ്രാർത്ഥിച്ചത്?
അപ്പോൾ ആ ഗുരു പറയുന്നുണ്ട്, വിശപ്പിന് ആഹാരമോ ദാഹത്തിന് വെള്ളമോ, വചനം കേൾക്കുവാൻ ചെവി തുറക്കാതെ ഇരിക്കുന്ന മനുഷ്യർ അവിടെ തന്നെ താമസിക്കുന്നതല്ലേ നല്ലത്. എന്നാൽ വിശപ്പിന് ഭക്ഷണവും ദാഹത്തിന് വെള്ളവും ഗുരുക്കന്മാരുടെ വാക്കുകളും കേൾക്കുന്നവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോകുമ്പോൾ അവർ പോകുന്ന ഓരോ നാടും എത്ര സുന്ദരമായി തീരും. അനേക വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ ക്രിസ്തുവിന്റെ വെളിച്ചവുമായി കടന്നു വീഴുന്ന വഴികളിൽ ഓരോ ഇടങ്ങളിലും അദ്ദേഹം പാർക്കുമ്പോൾ പുത്തങ്കാവ് എന്ന് പറയുന്ന ചരിത്രമുറങ്ങുന്നതായ ഈ മണ്ണിൽ നമ്മുടെ പൂർവ്വസൂരികൾ അദ്ദേഹത്തെ ഹൃദ്യമായി സ്വീകരിക്കുകയും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുകയും അദ്ദേഹത്തിന്റെ അസ്ഥികൾ കൊണ്ട് പുണ്യമായി തീരുകയും ഈ ദേശത്തിന്റെ കാവൽ പിതാവായിരിക്കുന്ന ആ പിതാവിനെ സ്വീകരിച്ചുവെങ്കിൽ നമ്മുടെ പൂർവികരെ സ്നേഹിക്കുമ്പോൾ അത് ഗുരുക്കന്മാർ ശിഷ്യന്മാരെ ആണെങ്കിലും മാതാപിതാക്കൾ മക്കളെ ആണെങ്കിലും അത് മറ്റുള്ളവർ വളരെ വേഗം തിരിച്ചറിയും എന്നുള്ളതാണ്. അപ്പോൾ അത് ജോസഫിന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെ അവിടെ കാണിക്കുകയാണ്. അടുത്ത അക്ഷരം ഏതാണ്? ഓ എന്നുള്ളതാണ്. നിറയെ ഒബ്സ്റ്റക്കിൾസ് നിറഞ്ഞൊരു ജീവിതമാണ് അവൻ്റെത്. നോക്കിക്കേ, അവൻ ചെന്ന് വീഴുന്നത് ഒരു പൊട്ടക്കുഴിയിലാണ്. സുപരിചിതമാണ്. തടസ്സങ്ങളാണ്. അവിടെ ഒരുപക്ഷെ സ്വന്തമായി കയറി വരുവാൻ പറ്റാത്ത ഒരിടത്തേക്ക് അവൻ വീഴുന്നു. പക്ഷേ അവൻ ജീവിതത്തിലേക്ക് കയറുകയാണ്. അടുത്ത അക്ഷരം ഏതാണ്? എസ് ആണ്. അവന്റെ സ്പിരിച്വാലിറ്റി അവൻ മുറുകെ പിടിക്കുമ്പോൾ, അവന്റെ ഭക്തി ജീവിതം അവൻ മുറുകെ പിടിക്കുമ്പോൾ അവൻ സോളിറ്റ്യൂഡിലേക്ക് പോകേണ്ടി വരികയാണ്. ഈ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ജോസഫ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ എല്ലാവർക്കും മാതൃകയാകുമ്പോൾ അവന്റെ ഏകാന്തതകളിലും അവന്റെ അതോടൊപ്പം ഈ അവസാനമായി കോമ്പസ് കൊണ്ടൊക്കെ കുഞ്ഞുങ്ങളെ കെട്ടിയിട്ട് പീഡിപ്പിക്കുമ്പോഴും അത് കണ്ട് ചിരിക്കുന്ന തലമുറയുടെ കാലമാണ്. മാതാപിതാ ഗുരു ദൈവമെന്നോതി പഠിപ്പിച്ചിരുന്നോരും കാലമുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നലകളിൽ ഇതൊന്നും നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. പക്ഷെ ഈ ഒരു പുതിയ സമാജത്തിന്റെ മെത്രാസന ഗ്രൂപ്പുകളുടെ ചുമതലക്കാരും ഈ പ്രതിസന്ധികൾ നേരിടുന്ന കുഞ്ഞുങ്ങളും അവരുടെ മാതാപിതാക്കളും ഒക്കെയുള്ള മനോഹരമെന്ന് നമ്മൾ പറയുമ്പോഴും ഒരുപക്ഷെ ഒന്ന് ചലിക്കുവാൻ പോലും കഴിയാതെ സ്വന്തം കാര്യങ്ങൾ ചെയ്യുവാനൊക്കെ പ്രയാസപ്പെടുന്നതായ കുഞ്ഞുങ്ങൾ 2 മണിക്കൂർ ഇങ്ങനെ സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ഒക്കെ ചെയ്യുന്നതായ അനുഗ്രഹിക്കുന്ന നിമിഷങ്ങൾ. അവിടെ ഏറ്റവും മുമ്പിലായി കിടത്തിയിരിക്കുന്നത് ജോയൽ എന്ന് പറയുന്ന ഒരു കുഞ്ഞിനെയാണ്. അവനെ ആദ്യം വീൽ ചെയറിൽ കൊണ്ടുവന്നു. ആ വീൽ ചെയറിൽ കൊണ്ടുവന്നതിന് ശേഷം അവനെ ഏറെ നേരം ആ വീൽ ചെയറിൽ ഇരുത്തി അത്